ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കോളേജ് ഡേ ആണ്. അപ്പം അഭിയാണ് എന്നെ കൊണ്ടുപോയി അത്താണിവരാക്കി തന്നത്. 2-3 ദിവസമായിട്ട് ഞാനിപ്പോൾ വീട്ടിലാണ്. അതുകൊണ്ട് എനിക്ക് കോളേജിലേക്ക് പകുതി അഭി കൊണ്ടാക്കി തന്നിട്ട് ബാക്കി ഞാൻ ബസ്സിന് പോവുകയാണ് ചെയ്യുക. നല്ല തിരക്കുണ്ടായിരുന്നു. ചെറിയ തോതിൽ മഴയുണ്ടായിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാഴ്ച കൂടുതലായി ഇപ്പോൾ ഹോസ്റ്റലിൽ വന്നിട്ട്. ഞാൻ വീട്ടിലായിരുന്നു, അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പേര് ഇപ്പോഴാട്ടോ എത്തിയത്. കുറേ പേര് ആദ്യം എത്തി, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി 9:15 ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അതിനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള പൈസയൊക്കെ എടുക്കണം, അതിൻ്റെ ധൃതിയിലാണ് എല്ലാവരും. അപ്പോൾ ബസ് വന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ബസ്സിലൊക്കെ കയറി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ കോളേജ് എത്തിയപ്പോൾ ഉണ്ടായിരുന്നതിൽ എല്ലാവരും ഇറങ്ങി, ബാക്കി ഞങ്ങൾ മാത്രമായി. ശരിക്കും സ്കൂൾ ബസ് പോലെ തന്നെ ആയിട്ടാ. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പിലെത്തി. അങ്ങനെ സ്റ്റോപ്പിൽ ഇറങ്ങി. Yeah, of course. Yeah. Continue. അന്ന മഴ പോലും ഇല്ല. സോപ്പിടടി കയറ്റാന് എല്ലാരും കൂടെ അതേ പറയാനുള്ളൂ. കേട്ടില്ല അവന് ഇത്ര സ്റ്റോറേജ് ഉണ്ടോ ഫോണിൽ? എന്റെ ഫോണിൽ നിന്ന് കേടാ. ഇന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങളിന്നും മഴയത്താണ് കേട്ടോ കോളേജിലേക്കൊക്കെ പോകുന്നത്. മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും സ്പീഡിൽ നടന്നങ്ങോട്ട് പോയി. ഞാൻ ഉത്തരം മാത്രമായി. ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ച് പതുക്കെയാണ് കേട്ടോ കോളേജിലേക്ക് പോകുന്നത്. ഇത് ഞങ്ങൾ കോളേജിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. 2 വശവും പാടമൊക്കെയാണ്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഉത്തര വീഡിയോ എന്നെ എടുത്തോളാന്നും പറഞ്ഞ് അവൾ എൻ്റെ ഇത് വാങ്ങിച്ച് വീഡിയോ എടുക്കണം കേട്ടോ. അപ്പം ഇനി അങ്ങോട്ട് ഉത്തരയാണ് വീഡിയോ എടുക്കുന്നതും വോയിസ് കൊടുക്കുന്നതും. ഞങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് നടന്ന് എത്തിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് നമ്മളെ വരുന്ന വഴികൾ. കണ്ടോ, ഇങ്ങനെയൊക്കെ പോകണം. കണ്ടോ, എന്തിരൻ മറ്റേ പാട്ടൊക്കെ എപ്പോഴാണ്? കാടേറാൻ വാ പാട്ടില്ലേ? കണ്ടോ, കാടേറാൻ വാ. കണ്ടോ അവിടെ അയ്യോ കാണാനായിട്ടില്ല ഗേസ്. ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഒരു നീല ഷീറ്റ് ഇട്ടിട്ട് സാധനം കാണിച്ചു തരാവേ. നീല ഷീറ്റിന് എന്താ പോയിന്റ്. ഞാൻ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇളകണ ഒച്ചൊക്കെ ഉണ്ട്. ക്രോക്സ് ആണ്, കണ്ടില്ലേ? ഇങ്ങനെ ക്രോം പറ്റി ഇത് കണ്ടോ. അവിടെ എൻ്റെ ക്രോക്സ് ആണ്. ക്രോക്സ് അല്ല, ഏത് വൃത്തിയിട്ട് ചെരുപ്പാണ്. കണ്ടോ, തവള ചാടുന്ന പോലെ അവളെയാണ് ചാടുന്ന. ക്രോക്സ് ഞാനാണെങ്കിലും അയ്യോ ഇതാണ് ഈ കാണുന്നതാണ് ഞങ്ങളുടെ കോളേജ്. അങ്ങോട്ടാണ് ഈ കുട്ടികൾ. ഇതാ കണ്ടോ, കഷ്ടപ്പെട്ട് കയറി പോകുന്നുണ്ട്. കണ്ടോ നേരെ വൈകിട്ട് ഓടി പോകുന്നുണ്ട് ഗൈസ്. കണ്ടോ കൂട്ടുകാരെ കണ്ടപ്പോൾ അവിടെ ഇപ്പോൾ സ്റ്റെക്കാവും. ഹണിയുടെ അടുത്തേക്കാണ് ഓടി ചെല്ലുന്നത്.
കാണി ആ കണ്ടോ ഫ്രണ്ട്സായി അവർ ഫ്രണ്ട്സായി ഇങ്ങോട്ട് നോക്ക്. കണ്ടോ ഹണീനെ വിടുന്നില്ല ഗൈസ്. നോക്ക് അതാ തെറ്റിപ്പോയി. ഹണി നോക്കാനായിട്ട് തെറ്റിപ്പോയിന് ഗൈസ്. പോകുന്നുണ്ട്. കണ്ടോ ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോവുകയാണ് ഗൈസ്. ഇന്ന് വൈവ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങ് നോക്കട്ടെ. കണ്ടോ ഇതിന് കണ്ടോ 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 അങ്ങ് മലാങ്കളി തെളാങ്കണ്. കണ്ടോ ഞങ്ങൾ അവിടുത്തെ വ്യൂ ഞങ്ങൾ സീനിയറാണ് കേട്ടോ. കണ്ടോ കണ്ടോ അതാരാണ് കുഴങ്ങി പോണേ? പാലൊക്കെ കുഴങ്ങി. കണ്ടോ ആ കൊടയുടെ ഒരു കോമ്പിനേഷൻ നോക്കും. അതുപോലെയാണ് ഞങ്ങളുടെ മനസ്സ്. കണ്ടോ കണ്ടോ കണ്ടോ. ഇനി നമുക്ക് ടോപ്പിലെത്തി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വ്യൂ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇതാണ് ഞങ്ങളുടെ അതെ ആ മരത്തിലോട്ട് നോക്കൂ ഗൈസ്. എവിടെ നിങ്ങൾക്ക് കാണുന്നില്ലേ ഗൈസ്? ഇതാണ് ഞങ്ങൾ ക്ലാസ്സിന് വന്നതാണ്. പക്ഷെ മാത്യു സാർ വരാത്തോണ്ട് വെയിറ്റിങ്ങിലാണ്. അങ്ങോട്ട് നോക്കൂ. കണ്ടോ ഇതാണ് എൻ്റെ ഒക്കെ കയറിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. കണ്ടോ ഹണിയൊക്കെ കണ്ടോ എന്ത് സന്തോഷമാണ്. വൈവ പറയാല് മൂടാ. കണ്ടോ പറയാം അവസരം. പക്ഷെ മഴയില്ലേടി, മഴയുള്ളപ്പോൾ നിങ്ങൾ പറയണമായിരുന്നു. കണ്ടോ ഇളക്കൊക്കെ പറ്റുന്നുണ്ട്. ഞങ്ങളിങ്ങനെ നടന്ന് വരുന്നോണ്ടാണ്. ഇങ്ങനെ പതുക്കെ നടക്കുന്നോണ്ടാട്ടോ നിങ്ങളടുത്തേക്ക് വരികയാണ്. അപ്പം ഞങ്ങളിന്ന് ക്ലാസ്സിലൊക്കെ എത്തി. ലിയൻ ദേവും തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അവർ പ്രസൻറ്റേഷൻ്റെ പരിപാടിയിലാണ്. ബാക്കി ഞങ്ങളൊക്കെ ഇന്ന് റെക്കോർഡ് പഠിക്കുകയും കുറച്ചൊരു വർത്തമാനം പറയുകയൊക്കെയാണ്. അതിൻ്റെ ഒക്കെ മുന്നിൽ വരുന്ന ഭയങ്കര ചിരി. എന്താണ് കാണണമെന്നല്ലേ പറഞ്ഞുതരാം. നമ്മുടെ ഒത്തിരിയില്ലേ, ഒത്തിരി ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കാൻ കേട്ടാ. പക്ഷെ അവൾക്ക് കുറേ കാര്യങ്ങളുടെ കൈ കിട്ടുന്നില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നറിയോ, കയ്യിൽ എഴുതി വെച്ചിട്ട് വൈവയ്ക്ക് പോകുന്നത്. അഥവാ മിസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ അവൾക്ക് അത് നോക്കി പറയാമല്ലോ എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെയാണ് വൈവയൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും തിരിച്ച് പോവാം. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എല്ലാവരും. ഇത് ഞങ്ങളുടെ കോളേജിലെ ഫ്രണ്ട് ബാച്ചാണ് കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് മുന്നിക്ക് സെക്കൻഡ് സ്റ്റഡ് കുത്താനായിട്ടാണ് കേട്ടോ. ആൾക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു കുത്തുമ്പോൾ തന്നെ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ സൈലൻ്റായിട്ടിരുന്ന് തരിക കേട്ടോ. ആക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇരുന്ന് തരികയാണ് കേട്ടോ. അപ്പം മുന്നിക്കുന്ന സെക്കൻഡ് സ്റ്റഡൊക്കെ കുത്തി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.